ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോപ്പിനായി. ഞാൻ അഭിജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതിൽ കാണിക്കാത്ത കുറേ ഫിഷിൻ്റെ കളക്ഷൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഏത് മോൺസ്റ്റർ ഫിഷ് ഞാൻ എടുത്തതെന്നും ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ പോയി കണ്ടിട്ട് വാ. ഇത് റെട്ടലിന്റെ ഏറ്റവും ചെറുതല്ലേ? ഇവർക്ക് എന്താ കൊടുക്കണേ? ചെമ്മീനും ആട്ടും. ഓ, ഇത് വളരെ ചെറുത്. നമ്മൾ ഇതിന്റെ ഹാഫ് ഉണ്ടായുള്ളൂ നമ്മുടെ കിട്ടുമ്പോ. ഇപ്പൊ ഇവിടെ കിടന്ന് ഈ സൈസ് ആയതാണ്. ഇത് എങ്ങനെയാ? ഇതിപ്പോ നമ്മള് 6 ഇഞ്ച് ആയിട്ട് സെയിൽ ചെയ്യുള്ളൂ. കൊടുക്കണവർക്ക് ഇത് സർവൈവ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടാ. അപ്പൊ നമ്മളൊരു സർവൈവൽ ചാൻസ് കൊടുക്കാനായിട്ട് ഒരു 6 ഇഞ്ച് ആവുമ്പോ പിന്നെ അവന്മാര് കിടന്നോളും. നമ്മുടെ കയ്യിൽ ഇതിനകത്തൊരു 10-200 പീസോളം ഉണ്ട്. ഇത് റെഡ് സ്ട്രൈപ്പ് ഏഷ്യാറ്റിക്. അത് ഡെല്ലൈസിയുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കയ്യിൽ വരുന്നത് ഇത് വൈറ്റ് സ്പോട്ട് കലിമായുടെ തന്നെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. പെട്ടെന്ന് വലുതാവും. പക്ഷേ ഈ സൈസിൽ തന്നെ പെല്ലറ്റ് എടുത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റും. ആ സൈസിൽ നിന്നാണ് അവന്മാർ ആ സൈസിലോട്ടാവുന്നത്. ഇതിനകത്ത് പിൻടെയിൽ ചൊവ്വ അങ്ങനെ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് പിൻടെയിൽസ് ആണ്. അതിൻ്റെ ലാസ്റ്റ് നെയിം പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല. സത്യമായിട്ട് എനിക്കറിയാൻ പറ്റില്ല. വെറുതെ എന്തിനാ പറയുന്നത്? ഗ്രൂം ചെയ്യാൻ കൊണ്ടുവന്നിട്ടതാ. ഇവന്മാര് ശരിക്കും അരോണയുടെ ഒക്കെ ടാങ്ക് മേറ്റ്സ് ആടാ. പിങ്ക് ടെയിൽസ് ആണ്. നല്ല രസമാണ്. പെട്ടെന്ന് വലുതാവും കേട്ടോ. ആ സിൽവർ അരോണയുടെ ഒപ്പം കുറച്ച് വലിയ പീസ് കിടപ്പുണ്ട്. ഞാൻ മറന്നു എടുക്കാൻ. 3 ഇല്ല, 2.5 ഉള്ളൂടാ. 2.5 ഇഞ്ചാണത്. നമ്മുടെ കയ്യിൽ 3 ഇഞ്ച് പ്ലസ് പീസുകളും ഉണ്ട്. കുഞ്ഞൊരു സാധനമുണ്ട്. ഇതിപ്പോ അതിനെ കണ്ടാൽ മനസ്സിലാവില്ല. അത്യാവശ്യം ഒരു വേറെ വെറൈറ്റി ബാർബാണ്. ഗോൾഡൻ ബെല്ലി ബാർബ്, അതാണ് ഇതിന്റെ പേര്. പക്ഷെ വന്നത് നല്ല ആക്റ്റീവാണ്. ഞാൻ ഗ്രൂം ചെയ്യാൻ ഇട്ടതാ. കയറും. ഗ്രീൻ ഒരെണ്ണം അത്യാവശ്യം വലിയൊരു 5 ഇഞ്ച് പ്ലസ് വരുന്ന ഒരു ഗ്രീൻ ഉണ്ട്. ഇതിന്റെ കളറാണ് വരുന്നത്. ഫുൾ ഈ ഒരു ഗ്രേ കളറിലാണ് വരുന്നത്. ഗ്രീൻ എന്ന് എന്തിനാ പറയണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആളുടെ പാറ്റേൺ തന്നെ ഭയങ്കര വ്യത്യാസം. മറ്റേതൊരു പുള്ളി ആയിരുന്നില്ലേ, ഇത് വേറെ പാറ്റേൺ ആണ്. എന്താ സംഭവം എനിക്ക് പറയാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. ലിമ എന്ന് പറഞ്ഞ രണ്ടും നമുക്ക് സെയിൽ ചെയ്തത് ഗ്രീനും ആൽബിനോന്റെ ബേബീസ്. സ്പെഷ്യൽ ആളെ കാണിച്ചു. ആഫ്രിക്കൻ ലങ് ഫിഷ് ഇല്ലേ, അതാണ് ആള്. അല്ലടാ, ലങ് ഫിഷ് എന്ന് പറയണ ഇവന്മാര് എയർ ബ്രീത്തേഴ്സ് ആണ്. ആഫ്രിക്കയിൽ മറ്റേ ഡ്രൗട്ട് വരുമ്പോ ഇവര് ചിലപ്പോ ഒരു കൊല്ലം വരെ വെള്ളമില്ലാതെ മഡിനകത്ത് പൊതിഞ്ഞിടന്നോളൂ. ഇതാണ് ആൾക്കാർ. ഇല്ല, ഒരു കുഴപ്പമില്ല. അവന്മാര് ഫുഡ് അടിച്ച് തുടങ്ങിയ ഭയങ്കര സൈസോ ഭയങ്കര വലുതാവും. ഇടാൻ പറ്റും. ഇപ്പോൾ ഒരു 10 ഇഞ്ച് പ്ലസ് വരുന്ന പീസ. നല്ല ഭംഗിയാവന്മാര്. പിന്നെ വലിയ ശല്യമൊന്നുമില്ല കിടന്നത്. നമ്മുടെ അരോണയുടെ കുഞ്ഞുങ്ങളുണ്ട്. സിൽവറിൻ്റെ ഏറ്റവും വില കുറവുള്ള ഐറ്റമാണ് സിൽവർ. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ ഇടയായിട്ട് റേറ്റ് കൂടിയിട്ടുണ്ട്. തന്നെ എല്ലായിടത്തും ഒടുക്കത്തെ റേറ്റ്. നമുക്ക് മുമ്പ് 1000 രൂപയുടെ അടിയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ 400 രൂപ ഉണ്ട് കുഞ്ഞുങ്ങൾ. ഞാനും മേടിച്ചിട്ടുണ്ട് 400 രൂപയ്ക്കൊക്കെ. പക്ഷെ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഇതിപ്പോൾ കുഞ്ഞുങ്ങളാണ്. ഇവന്മാരാണെങ്കിൽ പെല്ലറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവന്മാരെ കീപ്പ് ഇപ്പം ഇവന്മാരെ നമ്മളൊരു 10 ഇഞ്ചൊക്കെ ആയിട്ട് സെയിൽ ചെയ്യുന്നുള്ളൂ. പെല്ലട്രീൻ്റെ ഫിഷസിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കയ്യിൽ വേറൊരു ബാച്ച് ഉണ്ട്. അവർ ഓൾറെഡി 7 ഇഞ്ച് ക്രോസ് ചെയ്തു.
അത് ഉടുക്കത്തെ മഴയായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ ഞങ്ങളവിടെ അങ്ങനെ പെയ്തില്ല. ഞങ്ങളവിടെ പെയ്തില്ല. ഉടുക്കത്തെ മഴയായിരുന്നു. ഞങ്ങളവിടെ എന്ന് പെയ്യാനാവും. അതോടി അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഐറ്റമാണ്. അതെ, ഇപ്പൊ 10 ഇഞ്ച് പ്ലസ് വരുന്നത്. ശരിക്കും പുറത്ത് വരണം. പുറത്തിട്ടാ നല്ല രസമായിട്ട് കളർഫുള്ളാ. ഞാൻ പുറത്ത് എടുത്തപ്പോഴാണ് ഇത്രയും കളർ ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ നല്ല സൈസാണ്. നല്ല വാലൊക്കെ കണ്ട ആ ഒരു ഐറ്റം വരില്ല. ഇവിടെ കുറച്ചധികം പീസുകൾ ഉണ്ട് ഇവിടെ അവൈലബിൾ. നമ്മൾ ഈ സൈസിലൊക്കെ ഈ സൈസിലാണ് കൊണ്ടുപോയത്. നീ കൊണ്ടുപോയ സൈസാണ് അത് കറക്റ്റ്. ഇതിപ്പോ 10 ഇഞ്ച് പ്ലസ് വരുന്ന പീസുകളാണ്. 10 ഇഞ്ച് കറക്റ്റ്. 10 ഇഞ്ച് വരും. അതെ, എല്ലാം ഒരേ സൈസ്. ഒരെണ്ണം മാത്രം വില ചെറുതുണ്ടാവും. അത്ര ബോഡി ഇതാവുമ്പോ ചിലതിന് ഗ്രോത്ത് മറ്റേ കുറവായിരിക്കും. ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കും. ഷവൽനോസിന്റെ പുതിയ ഐറ്റമാണ് ലിമ്മ ഷവൽനോസ്. അത്യാവശ്യം കുറച്ചൊരു റെയർ വെറൈറ്റി ആണ്. വിലയുണ്ട് അത്യാവശ്യം. ഇത് ഹൈബ്രിഡ് തന്നെ വേറെ വെറൈറ്റി ലിമ്മയാടാ. ഇത് ഒരു കംപ്ലീറ്റ്ലി വേറെ വെറൈറ്റി ആണ്. പുതിയതാണ്. ഇന്ത്യയിൽ ഇങ്ങനെ പതി ഇറങ്ങി ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ട് കാണാൻ തുടങ്ങിയുള്ളൂ. എത്ര പീസുണ്ട്? ഇതിപ്പോ ഒരു 6 ഇഞ്ച്. 2 പീസുണ്ട്. 2 അല്ല 3 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നുള്ളൂ ഇതൊക്കെ. ഓക്കെ. ലൈവ് ഒക്കെ കഴിക്കൂട്ടാ. മറ്റേത് ഞാൻ കണ്ടില്ല ഫ്രണ്ടിൽ കൊടുത്തത്. എന്താണ് കാണിക്കണവനവിടെ? അത് അവന്റെ വായിൽ വേറെ തന്നെ ഉണ്ട്. എന്നിട്ട് വേറെ അറ്റാക്ക് ചെയ്യണം. വിട്ടേ കേട്ടാ. ഭയങ്കര ഓട്ടക്കാരാണ്. നമ്മുടെ കിട്ടും. അടിപൊളിയാണല്ലേ ഇത്. ബ്ലാക്ക്ബെറി കണ്ടോ? ഓ എന്ത് കളർ നൈസല്ലേ. നമുക്ക് ഇതിൻ്റെ കുറച്ച് പീസുകളും കൂടി ഇറക്കാട്ടങ്ങളെ. ഫിൽറ്റർ ഇങ്ങനെ നിർത്തിയാൽ മതി. അടിപൊളിയായിട്ട് കിട്ടുമാരാ നമുക്ക്. 3 ഇഞ്ച് ഉണ്ടാവില്ല. 3-4 ഉണ്ടാവും. 3 ഉണ്ടാവും. 3 പ്ലസ്. നല്ല ഭംഗിയില്ലേ കാണാൻ? സെപ്പറേറ്റ് ഇത് ഇത്ര പീസ് ഉണ്ട്. എനിക്ക് തന്നെ ഓർമ്മയില്ലടാ എത്ര പീസ് ഉണ്ടായിരുന്നു. 15 എണ്ണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെറിയ നെറ്റ് ഉണ്ടാങ്ങളെ. വേണ്ട കയറിയാവും കറക്റ്റ് ആയിട്ട്. ഇവനൊക്കെ ഞാൻ ചാവും വിചാരിച്ചുകൊണ്ട് പറ്റണ സത്യം പറഞ്ഞ. അതാണ് ഞാൻ മറ്റേ ഉണ്ടാകും. എനിക്കൊരു ഉറപ്പില്ല. അവിടെ സ്ഥലമില്ലടാ കുഞ്ഞുങ്ങളെ. എൻ്റെ ഇത് 2 ഡെഡായി പോയായിരുന്നു. അത് അപ്പോഴാണ് ഞാൻ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടത്. ഡെഡായല്ല പോയത്. എൻ്റെ ഒരു ലെപ്രഡിസ് ഞങ്ങൾ പിടിച്ച് തിരിച്ചു. പക്ഷെ അവൻ്റെ സൈസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂടാ. അടിപൊളിയല്ലേ? കിടക്കൂലേ? വലുതുണ്ട് അതിന്റെ. ഏതാ ഈ സൈസ് തന്നെ അല്ല. ചിലപ്പോൾ നോക്കിയാൽ കുറച്ചുകൂടി വലുത് 1-2 പീസ് ഉണ്ടാവും. നോക്കണം. നോക്കിയത് ഇത് മരങ്ങനെ പിടിച്ചിട്ട് ഞാനൊന്നും നോക്കിട്ടാ. ഇത് മുകളിലല്ലേ നോക്കൂ? മുകളിലല്ലേ നോക്കോളൂ? മരുമുകളിലേക്കോളൂ. 1 ഫീറ്റടാ. ഞങ്ങൾ ഇന്ന് എടുത്ത് മെഷർ ചെയ്ത 11 ഇഞ്ച് പ്ലസ് ഉണ്ടായിരുന്നു ആ ടൈമിന്. ക്ലിയറാ. ഇങ്ങോട്ട് മാറ്റണം. അല്ല ഇങ്ങോട്ട് വേണം. ഇതിൽ ലൈറ്റ് അടിക്കുന്നത്. ഓക്കെ. ഇതിന് ഒരേ കളർ ആയിരിക്കുമല്ലേ എപ്പോഴും വലുതായി കഴിഞ്ഞാൽ? വലുതാവുന്നതോറും എന്തോ റെഡ് കയറി വരും എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. റെഡ് വരും മുകളിൽ. ഒരു പച്ച കളറൊക്കെ ഉണ്ട്. ഇതിന്റെ മുകളിൽ വരുന്നോ റെഡ്? ഇത് ഞാൻ പുറത്തിട്ട് നോക്കാം. അതുകൊണ്ട് വേറെ ഇതാണ്ട് ഉള്ളതിൽ ഏറ്റവും വലുത്. പിടിക്കട്ടെ അവനെ അവിടെ പുറത്തെടുക്കണം. നീ ക്യാമറ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഇവിടെ നിന്ന് പിടിക്കാൻ നോക്കിയാലേ അവൻ പുറത്ത് തന്നെ ചാടിക്കോളൂ. അപ്പോൾ കുഴപ്പമില്ല.
ഇല്ല കുഴപ്പമില്ല, നമുക്ക് സ്ട്രെയിറ്റ് ഇതിനകത്തോട്ട് തന്നെ ആക്കാം. അങ്ങനെ ആ കവറിനാണ് നമുക്ക് ഇതങ്ങോട്ട് ഇട്ടാം. അല്ലെങ്കിൽ അമ്പത്തെ പോലെ ഒരു കവർ ഇട്ടാലും ചിലപ്പോൾ പൊളിച്ച് പുറത്തേ ഇടും. ഇത് 16 ഇഞ്ച് കവർ, 16x24 കവറാണ് ഇത്. പുതിയ ആള്. അപ്പോൾ നമ്മുടെ മീനിങ് കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒട്ടുപൂച്ച തന്നെയാണ് കേട്ടോ. ഒട്ടുപൂച്ചയ്ക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് അവൻ്റെ രോമൊക്കെ ട്രിം ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ടാങ്കിലാണ് നമ്മുടെ പുതിയ ഫിഷിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അടുത്ത ഫിഷിൻ്റെ പേര് ആർക്കെങ്കിലും മനസ്സിലായോ? എൻ്റെ പേരാണ് ജയൻറ്റ് സ്നേക്ക് ഹെഡ് അല്ലെങ്കിൽ ചെന്ന മൈക്രോപെൽറ്റസ്. ചെക്കൻ കുറച്ച് അഗ്രേഷനുള്ള ടൈപ്പാണ്, അതുകൊണ്ടാണ് റോക്കിയുടെ കൂടെ ഇടാത്തത്. രണ്ടുപേരും അറ്റാക്ക് ചെയ്യും, രണ്ടുപേരും ഒന്നിനൊന്നും മാച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ ടെമ്പറേച്ചറൊക്കെ സെറ്റാകാൻ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഈ ടബിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ചാട്ടം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എൻ്റെ തലപ്പൊക്കത്തിൻ്റെ അവിടം വരെ അവൻ ചാടി, വിചാരിച്ച് കയ്യിൽ നിന്ന് പോയിരുന്നു. പക്ഷെ ആള് നല്ല ഹെൽത്തി ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഞങ്ങൾ വേഗം തന്നെ പിടിച്ചിട്ട് ഞാൻ നല്ല ചാട്ടക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവൻ ചാടിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ലെവൽ കുറച്ചും കൂടി കുറയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ടോപ്പ് കവർ ചെയ്യും, നെറ്റ് എങ്ങാനിട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ? അപ്പോൾ ഏതെങ്കിലും ഫിഷിനെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.